ഇപ്പോൾ നമ്മുടെ വോട്ട് പാത എന്ന പേരിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയുടെ ഭാഗമായി അങ്ങേ കണ്ട് സംസാരിക്കുമ്പോൾ 4 കോർപ്പറേഷൻ പിടിക്കുന്ന കാര്യം ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കൊക്കെ പറഞ്ഞു. അതേതാണ്ട് അതുപോലെ ശരിയായിരിക്കുകയാണ്. അപ്പോൾ ഈ കണക്ക് കൂട്ടലിന്റെ ഒരു പെർഫെക്ഷൻ എന്ന സംഗതി ഒന്ന് വിശദീകരിക്കാമോ, അതെങ്ങനെയാണെന്ന്? ഇപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിയ ആളുകൾ VD സതീശന്റെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സംഗതി കണ്ടു, യഥാർത്ഥ ക്യാപ്റ്റൻസി കണ്ടു എന്നൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതുന്നുണ്ട്. അതിനോടൊക്കെ എന്താ പറയാൻ തോന്നുന്നത്? അല്ല, അതിനോടൊന്നും ഞാനൊന്നും പറയാറില്ല, സാധാരണ അറിയാലേ. പക്ഷെ നിങ്ങൾ എന്നോട് കണക്ക് ചോദിച്ചിരുന്നു യാത്രയിൽ. ഞാൻ എൻ്റെ പാർട്ടിയിലെ നേതാക്കളും സഹപ്രവർത്തകരും, സാധാരണ UDF-ലെ സഹപ്രവർത്തകരും ചോദിക്കും. സാധാരണ ഞാൻ പറയാറുള്ള കണക്ക് ശരിയാകാറുണ്ട് എന്ന് പറയും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പറഞ്ഞ കണക്കുകൾ ശരിയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ കണക്ക് 3 ഉറപ്പായി കോർപ്പറേഷൻ ജയിക്കും, 4ാമത്തത് കൂടി ജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ടെന്ന് പറയും. 4 ഇപ്പോൾ ജയിച്ചല്ലോ. അതുപോലെ 60%-ലേറെ മുനിസിപ്പാലിറ്റികൾ ജയിക്കുന്നു. 60%-ലേറെ മുനിസിപ്പാലിറ്റികൾ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഞാൻ പറഞ്ഞത് 55%-ന്റെ മുകളിലാണ് പറഞ്ഞത്. 55%-ലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ഫൈനൽ പോയിന്റിൽ. 500 കഴിഞ്ഞാൽ 55ആയി. അത് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ പോകും, സഞ്ചരിക്കും, നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. നമ്മുടെ പ്രവർത്തകരിൽ നിന്നെടുക്കും, സ്ഥാനാർത്ഥികളിൽ നിന്നെടുക്കും, നേതാക്കളിൽ നിന്നെടുക്കും, മാധ്യമപ്രവർത്തകരിൽ നിന്നെടുക്കും, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നെടുക്കും. ഇത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അസസ്മെൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അതിനുണ്ടാകുന്ന റെസ്പോൺസ്, അതിനൊരു തണുത്ത റെസ്പോൺസ് ആണെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത കാര്യമാണെന്ന് മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അസസ്മെൻ്റാണ്. ആ അസസ്മെൻറ്റിലാണ് കുറേ ദൈവാനുഗ്രഹം കൂടി കൊള്ളാണ് അത് ഏകദേശമൊക്കെ കൃത്യമായിട്ട് വന്നത്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ആ വോട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്ക്, ആ കണക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ന് വരുന്നത്. കറക്റ്റാണ്. യെസ്. അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻ എന്നെഴുതിയ തൊപ്പി തലയിൽ വെക്കാൻ തൽക്കാലം താല്പര്യമില്ല. യാതൊന്നും കാര്യം അതൊക്കെ വെറുതെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. നമ്മൾ കൂട്ടായ നേതൃത്വമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളും ഈ തെരഞ്ഞെടുപ്പിന് വിജയത്തിന് വേണ്ടി എന്തുമാത്രം സംഭാവന ചെയ്തവരാണ് അവരെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിലെ നേതൃത്വം, കേരളത്തിലെ നേതൃത്വം, UDF-ലെ ഘടകകക്ഷികൾ എല്ലാവരും അവരൊക്കെ എല്ലാ കാര്യത്തിലും അവർ ചെയ്ത സംഭാവനകൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊന്നും നമ്മളെ നന്നാക്കാൻ പറയുന്നതല്ലെന്ന്. ഒറ്റ കാര്യം കൂടി സതീശൻ, ഈ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക മാറ്റം ഈ വിദ്വേഷത്തിന്റെ പ്രചാരണമാണ്. ആ വിദ്വേഷത്തിന്റെ പ്രചാരണത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഇനി നിങ്ങൾ ഒരു വിന്നിംഗ് എഡ്ജിലേക്ക് വരികയാണ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിദ്വേഷ പ്രചാരണത്തിന്റെ മുന നിങ്ങൾക്ക് നേരെയായിരിക്കും. അതിനെ നേരിടാൻ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടോ? ആ മുന ഞങ്ങൾ ഒടിച്ചിരിക്കും. ആ മുന ഞാൻ പറയല്ലോ, മുനമ്പത്തും പള്ളുരുത്തിയിലും മലപ്പുറത്തും പാലായിലുമൊക്കെ ഞങ്ങൾ ആ വിദ്വേഷത്തിൻ്റെ മുന ഒടിച്ചിട്ടുണ്ട്. അതാണ് UDF-ന്റെ അസാമാന്യമായ സെക്യുലർ പൊസിഷനിങ്ങും നിലപാടും. കൃത്യമായ നിലപാടാണ്. കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ സാമുദായികമായി ഭിന്നിപ്പിക്കാൻ UDF ഉള്ള കാലത്തോളം സമ്മതിക്കില്ല. ആ നിലപാടിന് കരുത്തുമായിരുന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഇത് നിലപാടിനുള്ള വിജയം കൂടിയാണ്, നിലപാടുകൾക്കുള്ള വിജയം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്, തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നന്ദി. താങ്ക് യു പ്രതിപക്ഷ ഘട്ടത്തിൽ പ്രതികരിച്ചു തന്നെ താങ്കൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മികച്ച വിജയം നേടിയതിന്.